ഹായ്, ഞാൻ അബ്രൂപ്പ്. ഇന്നത്തെ വീഡിയോയിൽ DIY സ്റ്റിക്കേഴ്സ് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സ് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ചെറിയ കുട്ടികളുടെ നഴ്സറി ബുക്സൊന്നും മാഗസീൻസൊന്നും ഒക്കെ നമുക്കിതുപോലെ നല്ല പിക്സൊക്കെ കിട്ടും. അതൊക്കെ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ട ഷേപ്പിൽ റൗണ്ടോ അല്ലെങ്കിൽ ആ പിക്കിൻ്റെ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് പിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് മെത്തേഡ് ഞാൻ ചെയ്യുന്ന വിനൈൽ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ വിനൈൽ ഷീറ്റ് നമുക്ക് സ്റ്റിക്കർ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ വിനൈൽ ഷീറ്റിന് മുകളിൽ നമ്മൾ സ്റ്റിക്കറാക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ക് വീഡിയോയിൽ കാണിക്കുന്ന പോലെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ട്രാൻസ്പെറൻറ്റ് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. ബബിൾസ് ഒന്നും തീരെ പെടാതെ നല്ല എയറൊക്കെ കളഞ്ഞിട്ട് ടാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് പിക്ചറിനെക്കാട്ട് കുറച്ച് വലുപ്പത്തിൽ ഈ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണിക്കുന്ന പോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പിക്ചറിനെ അടുപ്പിക്കാണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ഔട്ട്ലൈൻ പോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വിനൈൽ ഷീറ്റ് വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് സ്റ്റിക്കർ നമുക്ക് റെഡിയാക്കാൻ പറ്റും. വിനൈൽ ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്തിട്ടും സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ ഇതുപോലെ ടാപ്പ് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ആ ടാപ്പിൻ്റെ മുകളിൽ വേണം നമ്മൾ സ്റ്റിക്കറാക്കാൻ ഉദ്ദേശിക്കുന്ന പിക്ചർ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു ടാപ്പിൻ്റെ പീസ് വെച്ചിട്ട് ബബിൾസ് ഒന്നും ഇല്ലാണ്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ദെൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഔട്ട്ലൈൻ പോലെ കട്ട് ചെയ്തെടുക്കുക. ഈ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാൻ കുറച്ച് റിസ്ക്കാണ്. നമ്മുടെ വിനൈൽ ഷീറ്റ് പോലെ ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. കുറച്ച് റിസ്ക്കാണ്, എന്നാലും കാര്യം നടക്കും. സോ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ഈ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാൻ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത വിനൈൽ ഷീറ്റിൻ്റെ ബാക്കിൽ നിന്ന് റിമൂവ് ചെയ്ത ഷീറ്റ് ഉണ്ടല്ലോ, അതിൽ ഈ സെയിം മെത്തേഡ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് നല്ല സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സോ ഞാൻ കുറച്ചുകൂടി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതൊട്ടിക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.